ആശയറ്റവളായി ആശ്രയമില്ലാത്തവളായി അറിയപ്പെട്ട ദൈവങ്ങളെയെല്ലാം അഭയം പ്രാപിച്ച് നിരാശയുടെ നീർച്ചുഴിയിൽപ്പെട്ട് നിലയില്ലാത്ത കയത്തിൽ ആണ്ടുപോയപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഇമ്പസ്വരം ശ്രവിച്ച് പുതുജീവിതത്തിലേക്ക് വന്ന ഒരു സഹോദരിയുടെ അനുഭവമാണ് ഈ ഗാനം. പീരുമേട്ടിലെ കരടിക്കുഴി എന്ന സ്ഥലത്ത് രാമൻ്റെയും കുട്ടിയമ്മയുടെയും രണ്ടാമത്തെ മകളായി വിജയമ്മ 1955 ജനിച്ചു. ഹൈന്ദവാചാരങ്ങളുടെ അകമ്പടിയോടെ താൻ വളർന്നു. മോഹൻ എന്ന യുവാവിനെ ഈ ജീവിത പങ്കാളിയായി ലഭിച്ചു. തേയിലത്തോട്ടത്തിലെ ജോലിയും ചെയ്ത് സന്തോഷകരമായ ജീവിതത്തിൽ ആദ്യത്തെ മകൻ ഗിരീഷ് 1974 ജൂൺ മാസം 25 ജനിച്ചു. ചില ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ കുട്ടിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിവരികയും കൈകാലുകൾ പിരിച്ചു വെച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യുവാൻ നിർവാഹമില്ലാതെ ഏതു നേരത്തിലും മരിക്കാം എന്ന നിലയിലായി. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അല്പം ശമനം കിട്ടിയെങ്കിലും പൂർണ്ണ സൗഖ്യം ലഭിക്കാതെ രോഗം ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരുന്നു. ജപിച്ചു ചൊല്ലി മന്ത്രത്തകിട് കിട്ടിയിരുന്നുവെങ്കിലും 4-ാമത്തെ വയസ്സിൽ വീണ്ടും പനിയുമായി ആശുപത്രിയിലെത്തി. മരുന്ന് മാറി കുത്തിവെച്ചതിനാൽ ശരീരം മുഴുവൻ തളർന്ന് ഗിരീഷിന് സംസാരശേഷിയും നഷ്ടപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയാൽ അല്പം ഭേദപ്പെട്ട് വീട്ടിലെത്തി. തേയില എസ്റ്റേറ്റിലെ കഠിന ജോലിയും കഷ്ടപ്പാടുകളുമായി കഴിഞ്ഞപ്പോൾ ഭർത്താവിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു ജോലി കിട്ടി. മൂഴിയാറിൽ ക്വാർട്ടേഴ്സിൽ കുടുംബമായി താമസം തുടങ്ങി. ജോലി മാറിയപ്പോൾ സ്വഭാവം മാറിയ ഭർത്താവ് മദ്യത്തിന് അടിമയായി. എതിർത്തപ്പോഴെല്ലാം വിജയമ്മയ്ക്ക് ഉപദ്രവം സഹിക്കേണ്ടി വന്നു. ഇതിനിടയിൽ ഒരു മകൻ കൂടി ജനിച്ചു. മദ്യാസക്തിയിൽ മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം നിമിത്തം സ്വന്തം ഭാര്യയെയും മക്കളെയും വെറുക്കുകയും ഭവനത്തിൽ നിന്ന് പുറന്തള്ളുവാൻ വഴി അന്വേഷിക്കുകയും കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു സഹോദരൻ പതിവായി ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നതിനാൽ വിജയമ്മയുടെ അമ്മയും സഹോദരിയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ ആരാധിച്ചിരുന്നു. അവരുടെ കത്തുകളിൽ കൂടെ സമാധാന പ്രഭുവായ യേശുവിനെ കുറിച്ച് വിജയമ്മ അറിഞ്ഞത് പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിപ്പാൻ സഹായിച്ചു. ലഭിക്കുന്ന അവസരങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഹൈന്ദവാചാര വിശ്വാസിയായ ഭർത്താവിന് ഇഷ്ടമായില്ല. ആകയാൽ ഭാര്യയെയും മക്കളെയും കൊല്ലുക എന്ന തീരുമാനത്തിൽ ഭർത്താവ് എത്തിച്ചേർന്നു. ഒരു നാൾ പതിവിലേറെ മദ്യപിച്ചെത്തിയിട്ട് ബോധം മറയും വരെ മാതാവിനെ ഉപദ്രവിക്കുന്നത് കണ്ട കുഞ്ഞുങ്ങൾ നിലവിളിച്ചുകൊണ്ട് ജീവരക്ഷാർത്ഥം അയൽ വീട്ടിൽ അഭയം തേടി. പിറ്റേ ദിവസം മോഹനൻ ജോലി ചെയ്യുന്നിടത്ത് കുട്ടികളുമായി ചെന്ന് വിജയമ്മ കാര്യം മേലുദ്യോഗസ്ഥനെ ധരിപ്പിച്ചു. മേലുദ്യോഗസ്ഥന്റെ ഉപദേശങ്ങളിൽ അപമാനിതനായി തീർന്നതിനാൽ വലിയൊരു കഠാരയുമായിട്ടാണ് അന്ന് രാത്രിയിൽ താൻ വീട്ടിലെത്തിയത്. കഠാര കട്ടിലിൽ വെച്ച് മദ്യപിക്കാൻ പോയ താൻ രാത്രി 12 മണി കഴിഞ്ഞു വന്ന് സ്നേഹസ്വരത്തിൽ കതക് തുറക്കാൻ ആവശ്യപ്പെട്ടു. കതക് തുറക്കാത്തതിനാൽ ഭാവം മാറി. ചവിട്ടി തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ വിജയമ്മ കുഞ്ഞുങ്ങളുമായി അഴികളില്ലാതിരുന്ന ജനാല വഴി പുറത്തു കടന്ന് കുറെ ദൂരെയുള്ള ഒരു വീട്ടിൽ ചെന്ന് കയറി. ആ രാത്രിയിൽ 4-ാമനായി കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. നേരം പുലരുന്നതിന് മുമ്പേ ആ വീട്ടിലെ പിതാവ് വർഗീസിയേട്ടൻ നൽകിയ 5 രൂപയുമായി മൂഴിയാറിൽ നിന്ന് പീരുമേട്ടിലേക്ക് താൻ യാത്രയായി. തേയിലത്തോട്ടത്തിൽ പണി ചെയ്ത് വിജയമ്മ കുഞ്ഞുങ്ങളെ പോറ്റി. ചില നാൾ കഴിഞ്ഞപ്പോൾ മൂഴിയാറിൽ നിന്നും ഒരു കത്ത് വിജയമ്മയ്ക്ക് വന്നു. അതിൽ നല്ലവരായ ചില നാട്ടുകാർ എഴുതി, നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയുമായി ഭർത്താവ് ജീവിക്കുന്നു. വിജയമ്മയുടെ ഉള്ളു തകർന്നു പോയെങ്കിലും പതറാതെ ക്രിസ്തുവിൽ വിശ്വസിച്ചു. ബന്ധം ഉപേക്ഷിക്കുവാൻ ചിലർ ഉപദേശിച്ചതും വിജയമ്മ ചെവിക്കൊണ്ടില്ല. അപ്പോഴും താൻ പ്രാർത്ഥിച്ചു. ബൈബിൾ വചനപ്രകാരം ജീവിക്കുവാൻ തീരുമാനിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുകയും ചെയ്തു. തങ്ങളുടെ കഷ്ടപ്പാടുകൾ ഗ്രഹിച്ച പാസ്റ്ററിന്റെ നിർദ്ദേശപ്രകാരം കുട്ടികളെ ഇരുവരെയും ഒരു അനാഥാലയത്തിൽ ആക്കി. ആ അനാഥശാലയിലെ അടുക്കളയിൽ വിജയമ്മ ജോലിക്കാരിയുമായി. ഫറവോന്റെ കൊട്ടാരത്തിൽ മോശ സ്വന്തം മാതാവിനാൽ വളർത്തപ്പെട്ടതുപോലെ ആ അമ്മ കുഞ്ഞുങ്ങളെ അവിടെ വളർത്തി. 4 വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അനാഥാലയത്തിൻ്റെ പടിക്കൽ വിജയമ്മയെ അന്വേഷിച്ച ഒരാളെത്തി. താടിയും മുടിയും വളർത്തി മുഷിഞ്ഞ വേഷധാരിയായി വിറയ്ക്കുന്ന കൈകളുമായി ഭ്രാന്തനായൊരു മനുഷ്യൻ വിജയമ്മയെ കണ്ടതും പൊട്ടിക്കരഞ്ഞതും ഒരുപോലെയായിരുന്നു. ആവർത്തിച്ച് ക്ഷമാപണം ചെയ്തുകൊണ്ട് നിൽക്കുന്ന
ആ മനുഷ്യൻ പ്രതികാരദാഹിയായി പിച്ചാത്തിയുമായി തന്നെ കൊല്ലാൻ വന്ന ഭർത്താവാണെന്നറിഞ്ഞ് വിജയമ്മ സ്തംഭിച്ചുപോയി. അയാൾ മൊഴിഞ്ഞു, എല്ലാവരും എന്നെ വെറുത്തു. സ്നേഹം അഭിനയിച്ച കാമുകിയും പെറ്റുവളർത്തിയ അമ്മയുമെല്ലാം. ഞാൻ രോഗിയായി തീർന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ വിജയമ്മ അത് ഭർത്താവുമായി പങ്കുവച്ച് ആശ്വസിപ്പിച്ചു. ആ ദിവ്യ സ്നേഹത്തിലേക്ക് ആ കുടുംബത്തെ ദൈവം നടത്തി. മൂഴിയാറിൽ നിന്നും സ്ഥലം മാറ്റം വാങ്ങി മോഹനൻ കോട്ടയത്ത് വന്നു. കുടുംബമായി ഒരു പുതിയ തുടക്കം കുറിച്ചു. എന്നാൽ മദ്യാസക്തി വിടാതിരുന്ന തൻ്റെ മാനസാന്തരത്തിനായി ഒരു ദൈവദാസൻ കൂടെ വന്ന് പ്രാർത്ഥിച്ചും വചനം പറഞ്ഞും മോഹനനെ രക്ഷയിലേക്കും സ്നാനത്തിലേക്കും നടത്തി. വിജയമ്മയുടെ മൂത്ത മകൻ ഗിരീഷ് നാടകാഭിനയവും സിനിമയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഗാനങ്ങളും കഥകളും താൻ എഴുതാറുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ വന്ന രോഗത്താൽ കൈക്ക് നേരിട്ട സ്വാധീനക്കുറവ് മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുമോ എന്ന ചിന്ത ഗിരീഷിനെ നന്നായി ഭരിച്ചിരുന്നു. അതിൽ നിന്നും മോചനം നേടാനും ലോകപ്രകാരം ഉയരാനും ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. കോളേജ് വിദ്യാഭ്യാസത്തിനിടെ ഒരു നാൾ കഞ്ഞിക്കുഴി കവലയിൽ നടന്ന ഒരു യോഗത്തിൽ പങ്കെടുത്തു. അന്ന് വചനം പ്രസംഗിച്ച പാസ്റ്റർ രാജു പൂവക്കാല ഗിരീഷിന്റെ നേരെ വിരൽ ചൂണ്ടി ദൈവ ഇഷ്ടം അറിയിച്ചു. ഞാൻ നിന്നെ എൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു, ഒരുങ്ങിക്കൊള്ളുക. ദൂതിൻ്റെ മുമ്പിൽ കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവമകനായി തീർന്നു. 1993 ജനുവരി 17 സ്നാനപ്പെട്ടു. ദൈവം തനിക്ക് നൽകിയ എല്ലാ കഴിവുകളും ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് ഒരു സുവിശേഷകനായി പ്രവർത്തിച്ചു കൊള്ളുമെന്ന് താൻ തീരുമാനമെടുത്തു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന വചനപ്രകാരം പുതിയ സന്തോഷവും സമാധാനവും അനുഭവിച്ചപ്പോൾ പഴയ അനുഭവങ്ങളും രോഗിയായി മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നതുമായ കാലയളവിൽ അമ്മ ആശ്രയിച്ച പല ദൈവങ്ങളെയും ഓർത്തു. തൻ്റെ ചെറുപ്രായത്തിൽ ശ്വാസോച്ഛ്വാസം പോലും ചെയ്യുവാൻ കഴിയാതെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരികയും കൈകാലുകൾ പിരിച്ചുവെച്ച് ഏതു നിമിഷവും മരണം സംഭവിക്കുമെന്ന നിലയിലായപ്പോൾ തൻ്റെ സ്നേഹനിധിയായ അമ്മ ഈ ലോകത്തിൽ പല ദൈവങ്ങളെയും വിളിച്ചു. ഈ ലോകത്തിൽ താൻ കൈകൂപ്പിയ നേർച്ചകൾ നേർന്ന ഒരു ദൈവത്തിനും തൻ്റെ മകൻ്റെ രോഗത്തെ ശമിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ ആ അനുഭവത്തിൽ നിന്നും പുറത്തു വന്ന ഗാനമാണ് വിളിച്ചു ഞാൻ പല ദൈവങ്ങളെ, അവരോ വിളി കേട്ടില്ല. കണ്ണുണ്ട് പക്ഷെ അവർ കണ്ടില്ല, കാതുണ്ട് അവർ കേട്ടില്ല. നിശ്ചലരായിരുന്നു അവരോ നിശ്ചലരായിരുന്നു. താൻ എഴുതിയ മറ്റൊരു ഗാനമാണ് എൻ ജീവിതത്തിൽ യാഹല്ലാതാരുമില്ലേ, ഇതുവരെയും ഇനിമേലും. ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധിയിൽ അപ്പൻ തങ്ങളെ ഉപേക്ഷിച്ചു പോയപ്പോൾ സഹായിപ്പാൻ ആരുമില്ലാതെ താനും സഹോദരനും അനാഥശാലയിലായിരുന്ന സമയത്ത് തനിക്ക് കൂട്ടിനുണ്ടായിരുന്നത് ദൈവം മാത്രമായിരുന്നു. ഈ അനുഭവത്തിൽ നിന്നും പുറത്തു വന്ന ഗാനമാണ് എൻ ജീവിതത്തിൽ യാഹല്ലാതാരുമില്ലേ. തൻ്റെ അമ്മയായ വിജയമ്മയും ഗാനങ്ങൾ എഴുതിയിരുന്നു. താൻ സ്നേഹിച്ച ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് പോയതിനാലും ഭർത്താവിൽ നിന്നുമേറ്റ വേദനാജനകമായ സന്ദർഭങ്ങളും കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആദിയും തൻ്റെ മാതാവും സഹോദരിയും അറിഞ്ഞ ദൈവസ്നേഹം തന്നിലേക്കും പകരപ്പെട്ടപ്പോൾ അറിഞ്ഞ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ വരികളായി പുറത്തു വന്നു. തൻ്റെ സ്വന്തക്കാർ വെറുത്ത് പുറന്തള്ളിയപ്പോൾ തള്ളയെപ്പോലെ സ്നേഹിച്ച യേശുവിൻ്റെ സ്നേഹത്തെ പ്രകീർത്തിച്ചെഴുതിയ പാട്ടാണ് യേശുവിൻ സ്നേഹമേ അത് ഒരു നാളും മാറാത്തത്, യേശുവിൻ സമാധാനം അത് ഒരു നാളും നീങ്ങാത്തത്. ജീവിതത്തിൽ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിച്ചാലും വാക്കുമാറാത്ത ഒരേ ഒരു ദൈവം യേശു മാത്രമാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് നാഥൻ പറഞ്ഞെങ്കിൽ അന്ത്യം വരെ നടത്തുവാൻ ശക്തനാണ്. വാർദ്ധക്യവും നരയുമുള്ള കാലത്തിലും നമ്മെ ചുമക്കാമെന്ന് വാക്കു പറഞ്ഞ കർത്താവ് മാറാതെ നിൽക്കുന്നവനാണ്. മാനുഷിക വാക്കുകൾ മാറും, കൂടെ കാണുമെന്ന് പറയുന്നവർ മാറിപ്പോകും. എന്നാൽ യേശു പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഗിരീഷ് ഇന്ന് കോട്ടയത്ത് പാക്കിയിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഗിരിജാകുമാറും സുവിശേഷ വേലയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു.